ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഹങ്കാരം കൊണ്ട് നിക്കക്കള്ളി ഇല്ലാതെ അതിൻ്റെ കൂടെ വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരാളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ കണ്ടു. ഇന്നലെ അവൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു. ഈ ഫാൻസ് പേജിലുള്ള കുട്ടികളും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരെനിക്ക് സുജിനായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു, ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിങ്ക് അയച്ചു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഓരോ ചാനൽ കയറി നോക്കാറ്. ഇപ്പൊ 2 ദിവസം മുന്നേ പൊന്നൂസിന്റെ ഒരു വീഡിയോ എന്തോ ഒരു കുട്ടി ഒരു 400 സബുള്ള ഒരാള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോ അവർക്ക് അതിന് 30K വ്യൂസ്, 400K സബ്ബേ ഉള്ളൂ, പക്ഷെ 30K വ്യൂസ്. ഇതിന് 400 സബ് 30K വ്യൂസ്. അപ്പൊ ഞാൻ പറയാണ് അവരുടെ ആ ചാനൽ മോട്ടിവേഷൻ ആയിട്ടായിരിക്കും ഒറ്റ വീഡിയോ കൊണ്ട്. അപ്പൊ ഗൈസ്, ഇതിൽ പറയുന്ന 400 സബ്സ്ക്രൈബർ ഉള്ള വ്യക്തി, അതായത് ഈ തുടങ്ങി വെച്ച ഞാനാണ് ഇന്നലെ ഈ സംഭവം തുടങ്ങി വെച്ചത്. എനിക്ക് 400 സബ്സ്ക്രൈബറെ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ പറയുന്നുണ്ട് 30K വ്യൂസ് കിട്ടിയെന്ന്. ആ 30K വ്യൂസ് കിട്ടിയത് നിന്നെ പോലെ മണ്ടത്തരങ്ങളും അതുപോലെ ഇല്ലാ കഥകളും വിളിച്ചു പറഞ്ഞിട്ടല്ല എനിക്ക് അത്രയും വ്യൂസ് കിട്ടിയത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ട് ജനങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും വ്യൂസ് കിട്ടിയത്. പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു മോണിറ്റൈസേഷൻ എനാബിൾ ആയിട്ടുണ്ടാവുന്നു. നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങളൊന്നില്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളല്ലേ. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ചവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തായാലും അതായിട്ടില്ല. ഓക്കെ, ആൾക്കാര് ഓരോ പുതിയ ആൾക്കാർ പോലും കൂടി ചാനൽ തുടങ്ങേണ്ടത് മല്ലു ഫാമിലിയിൽ വെച്ചിട്ടാണ്. നിങ്ങള് ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയില്ല, ഇപ്പൊ പൊന്തി വന്നുള്ള കുറെ ആൾക്കാരുടെ വീഡിയോസ് നിങ്ങളൊന്ന് അടിയിക്ക് നോക്കി നോക്കുക. അതിൽ മല്ലു ഫാമിലി വീഡിയോസ് ആണ് കൂടുതൽ. ആണ്, ഞാൻ നിങ്ങളത് സത്യം പറഞ്ഞാൽ നോണറിയ, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ പറയുന്നല്ല, പക്ഷെ അങ്ങനത്തെ കുറെ ചാനലുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മല്ലു ഫാമിലി അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂന്നോ അല്ലെങ്കിൽ ഫേക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കുക. മല്ലു ഫാമിലി സംബന്ധമായിട്ടുള്ള കുറെ വീഡിയോസ്. നീ പറയുന്നു നിന്നെ വെച്ച് എല്ലാ ചെറിയ യൂട്യൂബേഴ്സും, അതായത് ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് നിന്നെ വെച്ച് വീഡിയോ ചെയ്യുന്നു പറയുന്നുണ്ടോ? നിനക്ക് എന്താ ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിന് എന്താ ഇത്ര പുച്ഛം? എന്താ നിങ്ങളും ഇതുപോലെ ചെറിയ രീതിയിൽ നിന്ന് വന്നതല്ലേ? നിങ്ങൾക്കും ആദ്യം തന്നെ ജനിച്ചു വീണപ്പോഴേ 1 കോടി സബ്സ്ക്രൈബേഴ്സുമായിട്ട് ജനിച്ചു വീണ ആളൊന്നുമില്ലല്ലോ യൂട്യൂബിൽ. ചെറിയ വീഡിയോകൾ ചെയ്ത് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്ന ആള് തന്നെയല്ലേ സുജനെ നീയും? അല്ലേ? നിങ്ങൾ കടന്നു വന്ന വഴി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ഏത് വഴി കൂടിയാണ് കടന്നു വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, പിന്നെ ചെറിയ യൂട്യൂബേഴ്സ് നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മല്ലു ഫാമിലിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു പറഞ്ഞില്ലേ? മല്ലു ഫാമിലിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയല്ല ശരിക്കും ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പൊട്ടത്തരം നിങ്ങൾക്ക് അതിനെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോന്റെ താഴെ ഒരുപാട് കമന്റ്സ്, ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായി ചാനൽ ഇല്ലാത്ത ആൾക്കാർ കമന്റ്സിലൂടെ വിളിച്ചു പറയുന്നു. അവർക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലുള്ളൂ. സ്വന്തമായിട്ട് ചാനലുള്ളവർ വീഡിയോ ഉണ്ടാക്കി റിയാക്ട് ചെയ്യുന്നു നിങ്ങളുടെ മണ്ടത്തരങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ ചെയ്തൊരു മഹാത്മ്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു പുണ്യപ്രവൃത്തി അല്ല ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് വന്നിട്ട് വീഡിയോയിൽ കൂടി വിളിച്ചു പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിവരമില്ലായ്മയും മാത്രമാണ് ജനങ്ങളിലേക്ക് കൂടി ഞങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെറിയ യൂട്യൂബേഴ്സിനെ പുച്ഛിക്കരുത് സുജന. എന്തായാലും അത് ഭയങ്കര മോശം. വീഡിയോ ചെയ്യുമ്പോ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോ അത് അറിയാതിരിക്കാൻ ആർക്കും വഴിയില്ല. കാരണം അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കയറി വന്നതാണ്. അല്ല ചക്കനെ? ആണ്, അത്രയും വിവാദം ഉണ്ടാക്കി തോന്നുന്നു. നമ്മളത്ര വിവാദം ഉണ്ടാക്കിയ വേറൊരു ഫാമിലി വ്ളോഗേഴ്സ് വേറെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ 8 ലക്ഷം 3 വട്ടം അടിച്ച ആളാണ് ഞാൻ. ലോകത്തിൽ തന്നെ അങ്ങനത്തെ ഒരു വ്ളോഗർ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആരാണെന്ന നിന്റെ വിചാരം? എനിക്ക് അറിയുന്നില്ല. നീ തന്നെ പറഞ്ഞു എനിക്ക് 8 ലക്ഷം 3 പ്രാവശ്യം അടിച്ചു എന്ന്. അത് നീ ചെയ്തൊരു സൽപ്രവൃത്തി അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി കണ്ടിട്ടല്ല നിനക്ക് അത്ര വ്യൂസ് കയറുന്നത്. നീ ഫുള്ള് കള്ളത്തരങ്ങളും ഭാര്യന്റെ ഡൈവോഴ്സും ഭാര്യന്റെ അവിഹിതവും കോടതിയും കുറെ കഥകളും പിന്നെ വേറെ എനിക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് അറിയില്ല. അങ്ങനത്തെ ഫുള്ള് നെഗറ്റീവ്സ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അത്രയും കാണുന്നത്. നിനക്ക് തന്നെ അറിയാം, നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വ്യൂസ് കയറുന്ന അറിയാം. അത് നീ ശരിക്കും മുതലെടുക്കുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിനക്ക് അത്രയും 8 ലക്ഷം 3 പ്രാവശ്യം അടിച്ചു എന്നൊക്കെ നീ പറയുന്നില്ലേ? ഭയങ്കര എന്തോ അഭിമാനത്തിൽ പറയുന്നില്ലേ? അത് നിന്റെ നെഗറ്റീവ്സ് ആണ് ആൾക്കാരിലേക്ക് എത്തിയത്. നെഗറ്റീവ്സ് കണ്ടിട്ടാണ് നിനക്ക് അത്രയും വ്യൂസ് കയറിയത്, അല്ലാണ്ട് നീ ചെയ്തൊരു നല്ല കാര്യത്തിനല്ല. കേട്ടോ? രാവിലെ എണീറ്റിട്ട് ഞാനിതുപോലെ മറ്റേ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഫോൺ കളിക്കാം. അപ്പൊ ഈ ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ട് പോണ ശീലം ആർക്കൊക്കെ ഉണ്ടെന്ന് കമന്റ്. ഷാക്കിറുണ്ടോ ഫോൺ കൊണ്ട് പോണത്? അതിന്റെ രാജാവാണ് ബാക്ക് കിടക്കുന്നത് ഗൈസ്. കാരണം ഇയാള് 2 മണിക്കൂറൊക്കെ ബാത്റൂമിലേക്ക് പോകും ഫോൺ കളിച്ച്. പിന്നെ
നിന്നെ പോലെ എല്ലാവർക്കും 2 മണിക്കൂറും 3 മണിക്കൂറൊന്നും ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയിരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. കാരണം ഞങ്ങൾക്കൊക്കെ പണിക്ക് പോയാലേ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. നിനക്ക് അത് നീ നെഗറ്റീവ്സ് പറഞ്ഞ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾക്കൊക്കെ പൈസ വേണമെങ്കിൽ പണിക്ക് പോകണം സുജനെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും ഫോണിൽ കുത്തിയിരിക്കാൻ പറ്റൂല ബാത്റൂമിനകത്ത്. ഓക്കെ, അതുകൊണ്ട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ പുച്ഛിക്കരുത്. പിന്നെ നീ പറഞ്ഞ മോണിറ്റൈസേഷൻ എനിക്ക് എനാബിൾ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ